വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ 2 വീഡിയോ ചെയ്യാണ്ട് എറണാകുളത്ത് അതിന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഏത് വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഫുഡ് ചാലഞ്ച്. ഈ ഫുഡ് ചാലഞ്ച് എല്ലാം ചെയ്ത് എന്നെങ്കിലും ഞാൻ വലിയ ഫുഡ് ബ്ലോഗറായി ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്ലോഗറാവും ഞാൻ കേരളത്തിൽ എന്നെനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാലും ഞാനിപ്പോൾ എന്തായാലും മണി റോൾ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം ഫുഡ് ചാലഞ്ച് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള വീഡിയോസ് നോക്കിയാൽ എനിക്ക് ഫുഡ് ചാലഞ്ച് മാത്രം വളരെ ചുരുക്കം ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജസ്റ്റ് മീസ്ലി 25-30K 25K 30 വല്ലപ്പോഴൊക്കെ. ഞാൻ വരുവാ മാഷേ, വരുവാ ഞാൻ ഇറങ്ങുന്നു. ആ 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങി. 1 മണിക്കൂർ മുമ്പേ ഇറങ്ങാം. നീ പറ. ആ ശരി, 3 മണിക്കൂർ മുമ്പേ ഇറങ്ങി. ഈ പൈസ ഇന്ന് തീരുവാതിരിക്കുമോ പ്രതീക്ഷിക്കാം. 2 വീഡിയോക്ക് 50 പോവും. 2 വീഡിയോ തീരുവല്ലേ ഇന്ന്. ഇനി ഞാൻ ജസ്റ്റ് മുടി ഒന്ന് കുറച്ച് ഗ്ലോസി ആക്കി വെക്കാൻ വേണ്ടി എടുത്തതാണ്. കൊള്ളാമെന്നറിയത്തില്ല, ഫ്രിസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് ട്രെയിനറിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അവനെയും വിളിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ട്രെയിനിൽ തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും. എനിക്ക് ഓടിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലെന്ന് തോന്നുന്നു. ഉറക്കം വരുന്നു. ഇന്നലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഇന്ന് ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിന് ഒരു അസുഖം വന്നിട്ടുണ്ട് ഇപ്പോൾ. ബോയ്സ്, പിന്നെ നമ്മൾ 1 കോടി എത്തുന്നതിൻ്റെ എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ 30 ആയിട്ടുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ 30 ലക്ഷം ഞാൻ ഇന്നലെ കണ്ട് കുറച്ച് ഒരു ആവറേജിൽ എണ്ണിയതാണ്. പക്ഷേ 30 എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. ഇപ്പം ഞാൻ അടുത്തൊരു 6 മാസം ഓൾറെഡി ആയി. ഇനി ഒരു 6 മാസം കൂടി ഉണ്ട്. ആ 6 മാസത്തിൽ ഞാനിത് 60 ആക്കുമെന്ന് നോക്കി. 60 ആക്കാം. പക്ഷേ 1 കോടി ടാസ്ക് ആയിരിക്കും മോനെ, ടാസ്ക് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഈ 6 മാസം ഞാൻ പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും ഡബിൾ പെർഫോം ചെയ്താലേ നമുക്കത് 1 കോടി തയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഡബിൾ ദി എഫേർട്ട് ആയിരിക്കും പോലെ. ഒട്ടും വെച്ച് താമസിപ്പിക്കുന്നില്ല. ഡബിൾ വീഡിയോ വരെ ഇടാൻ ശ്രമിച്ചേനെ ഞാൻ. പക്ഷെ ഡബിൾ വീഡിയോ ആണല്ലോ, ഹിന്ദിനും മലയാളത്തിനും പോകുന്നുണ്ട്. കുറച്ച് ലെങ്ത് കൂട്ടിയിടാൻ പോലെ. ഞാൻ കണ്ടന്റ് ഇങ്ങനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതിൽ കൂടുതൽ കണ്ടന്റ് വരത്തില്ല. ലോങ് വീഡിയോ ഒക്കെ വെച്ചാൽ നിങ്ങൾക്ക് മോനെ കേരളത്തിൽ ഇത്ര 1 മണിക്കൂറിന്റെ വ്ളോഗ് ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോ ആയിടുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. 1.5 മണിക്കൂർ ഇട്ടേനെ. ഹിന്ദിയിൽ 1 മണിക്കൂർ, നിങ്ങൾക്ക് 1 മണിക്കൂർ. എഡിറ്റ് ചെയ്ത് എൻ്റെ ഊപ്പാടളക്കി. അതെന്തായാലും ഇതുപോലെ ഡബിൾ ദ കണ്ടന്റ് ലൈവ് സ്ട്രീം വരെ ചെയ്യും. ഞാൻ എവിടെയൊക്കെ പൈസ മുടക്കുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ ഞാൻ പോയി കൈയും കാലും ഇടട്ടെ. ലൈവ് സ്ട്രീം ഒന്നും പൈസ തിരിച്ചു പോലും കിട്ടാറില്ല. അതാണ് നമ്മൾ ചെയ്യും. ഉറങ്ങുവാണെന്ന് പറയരുത് പ്രഭു. വീടിന് മുമ്പിൽ നിൽക്കുന്നു. ആരാ വരുന്നതെന്ന് നോക്കി. ഉരുണ്ട് വരുന്നവൻ. ഓ ദൈവമേ, ഞാൻ ജസ്റ്റ് പോകുന്ന വഴി എനിക്ക് വയറുവേദന എടുക്കാൻ തുടങ്ങി. ഓ, ഈ വയറുവേദന കൊണ്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും? ഇവനെന്ത് ചെയ്യുവാണ് ഈ കാട്ടിനകത്ത്? വെളിക്കിറക്കാൻ പോയാ? എനിക്കത് അതിരാവിലെ ഞാൻ ഇറച്ചി കഴിച്ചതിന്റെ അല്ല, ഇറച്ചിക്കകത്ത് കുറെ മുളകുണ്ടായിരുന്നു. മുളക് പൊടി. എനിക്ക് മുളക് പൊടി കുറയ്ക്കണമെന്ന് പറയണം. അതിരാവിലെ എത്ര മുളക് പൊടി എന്റെ വയറിന് സീനായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇനി അതൊക്കെ മക്കളോട് എന്താ ഇത്ര വെറുതെ പോകുന്ന? എനിക്ക് മുട്ടുന്നൊന്നും ഇല്ല. ഇപ്പൊ എവിടെയും പോയി മുട്ടിക്കാൻ ഇത്ര സ്പീഡിൽ പോകുന്നത്. നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്? കുനാഫ അല്ല, കോൾഡ് സ്റ്റോൺ. ഡു ലൈക്ക് ഐസ്ക്രീം ചാലഞ്ച് ബേബി. കശീനെ കാണുന്നില്ല നമ്മുടെ കണ്ടസ്റ്റന്റ്. ആയുധക്കാരെ അകത്ത് പോയി ചോദിക്കേണ്ടി റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും, കേരളത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് കഴിക്കുന്നത്? തണുത്തിരിക്കുന്നത് കാരണമാണ്. ഇവിടെ ചെയ്യണം. ഇവിടെ അകത്ത് കുറച്ച് നോയ്സ് ഉണ്ട്. വേറൊരു കോൾഡ് സ്റ്റോൺ ഉണ്ട് 10 മിനിറ്റ് ദൂരം. അവിടെ ചെയ്യണം. ആരാണ് കഴിക്കുന്നത്? 2 ഒരാളല്ലേ കഴിക്കുന്നത്? ഫ്രണ്ട് വേറെ കടയല്ലേ? ഇവിടെ ബോയ്സ്, അപ്പം നമ്മൾ കോൾഡ് സ്റ്റോൺ വീഡിയോ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അതിന് മുമ്പേ കുറച്ച് 1-2 എക്സ്ട്രാ ഐറ്റം മേടിച്ചായിരുന്നു. ഇത് കണ്ട നോക്കി. ഇത് MP സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു ഐസ്ക്രീമാണ്. ഞാൻ സ്വന്തമായിട്ട് പേരിൽ പറഞ്ഞ് മിക്സ് ചെയ്യാത്ത കുറച്ച് ഐസ്ക്രീം സ്കൂപ്പ്സ് ഞാൻ മിക്സ് ചെയ്തുണ്ടാക്കിയത്. മിൻറ്റും പിന്നെ എന്തുവായിരുന്നു എന്തായാലും മെയിൻ ചാനലിനകത്ത് കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കാണാൻ പറ്റും. എൻ്റെ ക്യാമറയിൽ ഞാൻ ലഞ്ചിന് ഐസ്ക്രീം മേടിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് ഫുള്ളും കഴിക്കത്തില്ല നീ? ഇത് ഫുഡ് ചാലഞ്ച് നീ കൂടി ചെയ്തേക്ക്. 3 എണ്ണം കഴിച്ച് തീർത്തു. ഇത് ഭയങ്കര ഹെവി ആയിരുന്നു. ഇച്ചിരിയല്ല, നല്ല ഹെവി ആയിരുന്നു. ഇതിനകത്തൊന്നും ഒന്നും കൊടുത്തില്ല.
ക്യാമറമാൻ ഇപ്പൊ കഴിച്ച് കിട്ടുകൊണ്ടിരിക്കും. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാണ് സിഗ്നേച്ചർ ഡിഷ്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി വഴി പോകുന്ന ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീം മേടിച്ച് ഇവിടെ ഇരുന്ന് പോയി. ആർക്കെങ്കിലും വേണം? അവൻ പോയി ഐസ്ക്രീം കൊടുക്കാൻ പോകുന്നത് കണ്ട. അവർ മേടിക്കുകയോ മേടിക്കില്ലയോ? നല്ല സസ്പീഷ്യസ് ആയിട്ട് തോന്നത്തില്ലേ വെറുതെ റാൻഡമായിട്ട് ഐസ്ക്രീം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ? അവിടെ കൊടുത്ത് അവരെന്ത് വിചാരിച്ചു കാണും? ഇതെന്താ ഇത് ഇറങ്ങി വന്നോടാ? ഇതെന്താണ് ഈ കാർ ഇങ്ങനെ ലോ ക്വാളിറ്റിയാണ്? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷൻ. ഡോറിന്റെ സൈഡിലുള്ള സാധനം ഇല്ലായിരുന്നു ഞാൻ കൈ കൊണ്ടത്. അത് കാരണം എൻ്റെ വിരൽ മുറിഞ്ഞിട്ടില്ല. ബോയ്സ്, നമ്മൾ വാഫൽ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. സെക്കൻഡ് സ്പോട്ട്. കണ്ടസ്റ്റൻറ്റ് കണ്ടു. കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടിറങ്ങി. എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഏറ്റവും ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് 10K മേടിക്കാൻ പോകുന്നത് ചിലപ്പം ഈ കക്ഷിയായിരിക്കും. എനിക്ക് സംശയമില്ലായെങ്കില്ല. അപ്പോൾ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞ് എത്ര പൈസ കിട്ടിയില്ലെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ മെയിൻ ചാനലിൽ പോവുക. അർജുൻ എം പി ഷോർട്സ്, അതാണ് എൻ്റെ മെയിൻ ചാനൽ മലയാളത്തിൽ. ഹിന്ദിയിലൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോരും. അപ്പോൾ ഏതായാലും ഇവന്മാർക്ക് നമുക്ക് ഇവന്മാരുടെ വണ്ടിയിലൂടെ കൊണ്ട് വിടണം. ഇവന്മാരെ അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ട. എത്ര പൈസ കിട്ടിയെന്ന് ഓർത്ത് നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? റൊമാൻറ്റിക്കാ? വീഡിയോക്കകത്ത് കാണാം കേട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ മോള് ഫുള്ള് അടച്ചായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ H&Mന്ന് 1-2 ഓഫറിലുള്ള ഡ്രസ്സ് മേടിക്കട്ടെ. ഇവിടെ എല്ലാം ഒരേ ഡ്രസ്സ് തന്നിട്ട് വീഡിയോക്കകത്തിട്ട് കറക്റ്റോണ്ടിരിക്കുകയാണ്. റീസൈക്കിൾ ചെയ്യുകയാണ്. എൻ്റെ അനിയൻ എപ്പോൾ പോയി അങ്ങോട്ട് അവൻ എൻ്റെ ഡ്രസ്സ് കുറഞ്ഞ്. പിന്നെ അവനാണെങ്കിൽ അവിടെ പോയിട്ട് അവനിപ്പോൾ കൊടുക്കാത്ത ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ കാപ്സ് കഴിക്കുന്നില്ല. ആ ഒരു സംഭവം നീ കഴിക്കുന്ന? ഇവരെല്ലാം ഷുഗർ കട്ടുകാരാ, അല്ലെങ്കിൽ കഴിച്ചാനെ. ഞാൻ ഇറച്ചി മാത്രമേ കഴിക്കുന്നുള്ളൂ ഒരു 100 ദിവസമായിട്ട്. ചേട്ടൻ എനിക്ക് ബിസ്ക്കറ്റ് തരുവാണ്. കോഫിയാ? ടേസ്റ്റ് ചെയ്യാനാ മേടിക്കാനാ? എങ്ങനെയാ മേടിക്കാനാണോ? ഐസ്ഡ് അമേരിക്കാനോ ഉണ്ടോ? ഇവരൊന്നും കുടിക്കത്തില്ല. അമേരിക്കാനോ ഷുഗർ ഫ്രീ ആണ്. ഷുഗർ കഴിക്കുക? അമേരിക്കാനോ വേണാനത്? അപ്പോൾ നമ്മുടെ ട്രെയിനർ ഐസ്ഡ് അമേരിക്കാനോ കുടിക്കാന്ന് പറഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പയ്യൻ അറിയത്തില്ല. അതാണ് ഇതിനകത്ത് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചത്. കൊള്ളാല്ലേ? നീ ഒന്ന് കുടിച്ചിട്ട് ആ എക്സ്പ്രഷൻ കാണിച്ചു കൊടുക്കും. നല്ലതിൻ്റെ ആ എക്സ്പ്രഷൻ നോക്കിക്ക്. ഓ എന്തായാലും എക്സ്പ്രഷൻ നോക്കിക്കുക. ഇഞ്ചറി എനിക്ക് ഞാനിപ്പം എന്താണ് മന്തി കഴിച്ച് ഇങ്ങനെ വീർത്തൊരിച്ചിരിക്കരുത്. ഇപ്പം ഞാൻ കട്ടിങ് ഈ സെയിം ഡ്രസ്സ് തന്നെ നമ്മൾ പിന്നെ എടുക്കുകയാണ്. ഇത് വേണ എന്തിനാണ്? അതുകൊണ്ടില്ലേ ഇത് നമ്മളിപ്പോൾ മേടിച്ചിട്ടില്ല. മേടിക്കണമെന്ന് ചോദിക്കുക. ഇത് ചാത്തൻ കളറൊക്കെ ഇവനെടുക്കുന്നത് എപ്പോൾ നോക്കിയാലും. പക്ഷെ ഇതെന്തോണക്കല്ലേ? ഇത് കൊള്ളാവോ? ഇട്ട് നോക്കാനാ? എനിക്കിതിനെ പറഞ്ഞാൽ മനസ്സിലായല്ലടാ. അവിടെ നിന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വില കുറവാണ്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫുൾ പ്രൈസാണ്. എനിക്കിത് മനസ്സിലാവില്ല. അവിടെ വില കുറവാണ്. അതിനകത്ത് 1000 രൂപ ഉള്ളായിരുന്നു. ഇവിടെ 2000 രൂപ. അത് 1700 രൂപ. ഇവിടെ അത് കാണിച്ച എത്ര ഉള്ള ചതി കുറവാണ് അതിനകത്ത്. മീൻ പിടിക്കാം. നീ മറ്റേ മീൻ പിടിക്കാൻ പോകുന്നത് നമ്മള് കടലിൽ പോകുമ്പോ ഇതും കൊണ്ട് പോവാം. ട്രൈ ചെയ്യുന്ന ലൂസ് ആണെന്ന് തോന്നുന്നു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്നെ നിക്കറ് സത്യം പറഞ്ഞാൽ കുറച്ച് ലൂസാ. പക്ഷെ ഇറങ്ങി ഞാൻ കെട്ടിയിട്ടിരിക്കുക. കുഴപ്പമില്ല, കൊള്ളാം. ഷർട്ട് കൊള്ളാല്ലേ? പക്ഷേ ടീഷർട്ട് വണ്ണം കുറഞ്ഞോണ്ടാണെന്ന് തോന്നുന്നല്ലേ? വണ്ണം എൻ്റെ കുറഞ്ഞെന്നാ? വണ്ണം കുറഞ്ഞത് എൻ്റെ എത്ര കിലോ കുറഞ്ഞു? ഇപ്പം 86. എൻ്റെയും കുറഞ്ഞില്ലേ? വേണ്ട ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടോ നോക്കണമെന്ന്. ഒരു ബെൽറ്റ് ഇട്ടാ പോരെ? എന്തായാലും വണ്ണം വെക്കുമല്ലോ. ബെൽറ്റ് ഇടാണ്? എന്തായാലും വണ്ണം വെക്കുമെന്ന് ഞാനാണോ വണ്ണം വെക്കുന്നത്? അതായത് മഹാലൂസാണ്. ഊരി പോവുക. പക്ഷെ ലെങ്ത് വൈസ് കറക്റ്റാണല്ലോ. എന്തിനാ ഇറക്കിയിടുന്നത്? എന്തിനാ? വെളിയിൽ ആൾക്കാരൊക്കെ കൊണ്ട് കേട്ടോ. പൊട്ടന് ഒരു നിക്കറിന് ശരിയാകുന്നില്ല. ഇനി ഏത് നിക്കർ ഇട്ടാലും റെഡിയാവും അറിയത്തില്ല. ഇവിടെ ആണെങ്കിൽ ഉള്ള ആനക്കിടേണ്ട നിക്കറാണ് എല്ലാ സൈസും കിടക്കണം. ഇത് കണ്ട, ഇത് കൊള്ളാമല്ല? നമ്മുടെ വീട്ടിൽ കറക്കാൻ വന്നിട്ട് കേട്ടിട്ടുണ്ട് ഷർട്ട് കറവക്കാരൻ. ഈ നിക്കറും കൂടി ഇട്ട കറക്റ്റ് മുണ്ടിന്റെ അടിയിൽ ഇടുന്ന നിക്കറ്. നമ്മുടെ വീട്ടിൽ കറക്കാൻ വന്നോണ്ടിരുന്ന പുള്ളിക്കാർ ഇട്ട നിക്കറ്. നീട്ട കറക്റ്റ് ആയിരിക്കണോ?
എനിക്ക് തോന്നുന്നു നിന്റെ കൈ കുറച്ചുകൂടി വലുതാണെന്ന് തോന്നുന്നു നിനക്ക്. ഇവരെ നോർമൽ ഡിഷിനെക്കാട്ടി നല്ലതാന്ന് വെച്ചാൽ ലെന്ത് കറക്റ്റാ നിന്റെ. എനിക്കൊന്ന് കൈ കുറച്ചുകൂടി വലുതാണ്. ബോയ്സ്, ഞാൻ ഒരു ഷർട്ട് എടുക്കാൻ വന്നയാ, ഇതങ്ങനെ ഇത്ര ഷർട്ടായി? കൈ കൊണ്ട് എടുത്ത് അതിനകത്തോട്ട് വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അല്ലേ? കൈ കൊണ്ടെടുത്ത് അത് അവിടെ പോയിട്ട് 2 മണിക്കൂർ ഇവിടെ നിന്ന് ഇങ്ങനെ തെരഞ്ഞപ്പോ ആലോചിക്കണായിരുന്നു എന്ത് വരുമെന്ന്. ഞാൻ മേടിക്കുന്നവരും മേടിച്ചോണ്ടിരുന്നു, പക്ഷെ ബാക്കി അറിഞ്ഞപ്പോ ഇത് കുറച്ചേറെ ആയിപ്പോയി. എന്റെ വാളറ്റ് പിന്നെയും കാലിയാക്കി. ഈ പൈസ നിങ്ങൾ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ക്രെഡിറ്റ് കാർഡിലാണ് വലിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൽ ഒരു വലിയ ബില്ല് അടുത്ത മാസത്തേക്ക് ഞാൻ അടയ്ക്കണം. അടുത്ത മാസം, ഈ മാസം അവസാനം അടയ്ക്കണം. അല്ല, കഴിച്ചിട്ട് ഇറങ്ങാം. കഴിച്ചിട്ട് എവിടെ നിന്ന് പോവാ? ഒന്ന് കഴിച്ചിട്ട്. ഹായ്, ഞാൻ വെറുതെ ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ഞാൻ പിന്നെയും പെട്രോൾ അടിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ എണ്ണം വെക്കുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഓഡോമീറ്ററിൽ ഇപ്പോൾ ഇത്ര ട്രാവൽ ആയിട്ടുണ്ട്. എത്ര ലിറ്ററായി? 34.5. 3650. എനിക്ക് കിട്ടിയ മൈലേജ് ആണിത്. 12 ടച്ച് ചെയ്യാൻ പോയി, ജസ്റ്റ് മിസ്സായിപ്പോയി. അപ്പം 3666 പൊക്കത്തായിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ഉറപ്പായിട്ട് വേണ്ടത്, ഇനി മറക്കില്ല. നമ്മൾ കുറച്ച് ലേറ്റായി വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പം കുറച്ചേറെ ലേറ്റായി. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ബോയ്സ്, ഞാൻ പിന്നെയും പെട്രോൾ അടിക്കാൻ വരുന്നു. ഞാൻ 40 കിലോമീറ്റർ ഓടിച്ചു. വളരെ മെറ്റിക്കുലസ്ലി ഞാൻ ഓടിച്ചുകൊണ്ട് 20 മൈലേജ് കാണിക്കുന്നു അവിടെ. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. വഴിയിൽ ഒരു വണ്ടി ഇല്ലാതെ ഞാൻ 60 മാത്രം പിടിച്ചാൽ എത്ര മൈലേജ് കിട്ടും എന്ന് ഉറപ്പിക്കട്ടെ. അത് 20.5 കാണിക്കുന്നത് ഇവിടെ. ഇല്ല, ഇതിനകത്ത് എന്ത് കാണിക്കുന്നു അതിൻ്റെ ഡയറക്റ്റ് ഒരു മൈലേജ് കുറവാണ്. അതേപോലെ 20.3 അല്ലേ കാണിച്ചാൽ, എനിക്ക് 19.5 വന്നിരിക്കുന്നത്. ഒരു വണ്ടിയില്ല റോഡിൽ. ഞാൻ മാത്രം റോഡായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് മൈലേജ് കിട്ടും. കേട്ടാ, ഇത് 20 കാണിച്ചപ്പോൾ 19.5. ഒരെണ്ണം ഒന്ന് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 15 കാണിച്ചാൽ 14, 13 കാണിച്ചാൽ 12. എന്തായാലും കൺഫേം ആക്കിയല്ലേ? നിനക്കല്ലേ പറഞ്ഞത് ഇതിനകത്ത് മീറ്റർ കറക്റ്റ് ഇല്ലെന്ന്? കറക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ്, എനിക്ക് ഇത് നോക്കാനായിരുന്നു. അപ്പൊ ടേക്ക് കെയർ, ബൈ.